ഹലോ കൂട്ടുകാരെ, നമുക്കൊരു മൈസൂർ ലഡു ഉണ്ടാക്കാം. ആവശ്യമായ സാധനങ്ങൾ: നെയ്യ്, കടലമാവ്, പഞ്ചസാര, തേങ്ങ അരച്ചത്. നമ്മളൊരു പാൻ വെച്ച് അതിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് കടലമാവ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടി നെയ്യ് ചേർത്ത് നമുക്ക് കടലമാവിനെയും നെയ്യിനെയും നന്നായി യോജിപ്പിച്ച് ഇതേ പരുവത്തിലാക്കി എടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര നമ്മുടെ കടലമാവിനകത്തോട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം ഈ പരുവമാകുമ്പോൾ അതിനകത്തോട്ട് നന്നായി അരച്ച് നെയ്യ് പരുവമായ തേങ്ങ, ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് നേരം കൈയെടുക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ മറക്കണ്ട കേട്ടോ. ഈ പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ മൈസൂർ ലഡു റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ലഡുവിൻ്റെ രൂപത്തിലോ മൈസൂർ പാക്കിൻ്റെ രൂപത്തിലോ ഒക്കെ നമുക്ക് ഇതിനെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ മൈസൂർ ലഡു ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്കെല്ലാം എന്താണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ബൈ.